നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ സത്യം പറഞ്ഞാൽ എന്താ വഴിയുള്ളത്? വലിയ വഴികളൊന്നും ഇല്ല അതിനകത്ത്. നമ്മളുടെ ഒരു ഊഹത്തിൽ നിന്ന്, നമ്മുടെ ഒരു വിചാരത്തിൽ നിന്നൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്തൊക്കെ പാളിപ്പോവും. ഒരുത്തനെ നമ്മൾ കണ്ടിട്ട് അവൻ അത്ര ശരിയല്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ വളരെ നല്ല മനുഷ്യരായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഭയങ്കര നല്ല മനുഷ്യരാണെന്നൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ, ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കുന്ന ചില ആൾക്കാരെ കുറച്ചുകൂടെ അങ്ങോട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇയാളൊക്കെ എന്ത് ടൈപ്പാണ്, ഇവനൊക്കെ എന്ത് ചതിയനാണ് എന്ന് തിരിച്ചറിയാവുന്നുണ്ട്. അപ്പൊ ഇതെന്താ തിരിച്ചറിയാനുള്ള വഴിയുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ അതിന് ഒരു പരിധിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നമ്മൾ പറ്റിക്കപ്പെടും. പിന്നെ എന്തുകൂടെ ചെയ്യണ്ടേ? പിന്നെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വിവേകമുണ്ട്, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആലോചനയുണ്ട്. അതിന്റെയും കൂടെ കൂട്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കണം. കൂട്ടിക്കുഴച്ചിട്ടേ ഒരുത്തന്റെ ഉള്ളിലുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാവുള്ളൂ. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പാളിപ്പോകും. ആടുകളുടെ വേഷത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യാജ പ്രവാചകന്മാരെ ശ്രദ്ധിച്ചുകൊള്ളുന്നതാണ്. അവൻ ഉള്ളിൽ കടിച്ചു ചീന്തുന്ന ചെന്നായിയാണ്. അവന്റെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളുടെ വിചാരവും നമ്മളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വരുന്ന വിവേകവും കൂട്ടിക്കുഴച്ച് അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.